ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം ഞാൻ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതാണ്. കുറച്ച് നല്ല ഹെൽത്തിയാണ്. നമുക്കിതുപോലെയുള്ള സമയങ്ങളിൽ അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഒറ്റൊരു ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഇതുപോലെ കുറേ എന്താ പറയുക വൈറ്റമിൻസും കാൽഷ്യം എല്ലാം അടങ്ങിയ ഇതുപോലെ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇതാണ് കാണിക്കാൻ പോകുന്നത്. ബാക്കി കുറച്ച് വീട്ടിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും പറ്റുന്നവരൊക്കെ അവസാനം വരെയും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പുറത്ത് പോകാൻ പോവാണ്. അപ്പോഴാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ചുച്ചുകുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കാൻ വന്ന സമയത്തോളൊന്നും ഇങ്ങനെ കണ്ണുറന്ന് നോക്കി. അതിനുശേഷം അവൾ വീണ്ടും കിടന്നു. അപ്പോൾ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേരറിയില്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ മുമ്പ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എപ്പോഴും അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാം. ഒരുപാട് ടയേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമുള്ളൂ. ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല, ഒന്ന് ഉഷാറായിട്ടുണ്ട്. പിന്നെ നാളെ ഒരു ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ചുച്ചുക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എണിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളച്ചാൽ മാത്രം പോരാ, നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. പാട്ട് പാട്. തലമുട്ട്. അപ്പോൾ നമുക്കിതിന് കസ്കസ്, അതായത് സബ്ജ സീഡ് എന്നൊക്കെ പറയും, തുളസിൻ്റെ ഒരു വിത്താണ് കേട്ടോ ഈ സംഭവം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, അറിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ കുതിരാനും വേണ്ടിയിട്ട് ഇടാം. ഒന്ന് കുതിർത്ത് വെക്കാം. ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഇട്ടാലും മതിയാവും കേട്ടോ. ഒരുപാട് സമയം വേണം എന്നൊന്നുമില്ല. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചിയാ സീഡ് ഉണ്ടെങ്കിൽ ചിയാ സീഡ് ഇടാം. രണ്ടും വേറെ വേറെയാണ് കേട്ടോ. നമ്മുടെ ഡിവൈൻ ബ്യൂട്ടിയിൽ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടും വേറെ വേറെയാണെന്നുള്ളത്. ചിലർക്ക് ഇപ്പോഴും അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പാലിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറുകണം, എങ്കിലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ മുമ്പ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ട് വേറെ ഡേ ഇൻ മൈ ലൈഫിൽ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നട്ട്സാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് മതി കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇത് തന്നെ വേണം അത് തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ദിവസമായി ബദാം വാങ്ങി വെച്ചിട്ട്, പക്ഷേ ഇനിയും ബോക്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കുകളായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് മൊത്തം തീർന്നു, എന്നിട്ടാണ് ഇപ്പോൾ ആക്കി വെക്കുന്നത്. എല്ലാം കഴിഞ്ഞു. കുട്ടികൾക്ക് വിശക്കുന്ന സമയത്ത് ചിലപ്പോൾ അതാണ് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ അവരെ കരച്ചിൽ മാറ്റാനും. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് 1 മന്ത് ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ, പൊതുവെ നമുക്ക് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ആയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ്റെ സമയത്തൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാം, ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇവിടെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് നിന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ ഷെൽഫുകൾ ഒന്നിച്ച് നിന്ന് പറഞ്ഞാൽ പിന്നെ കാലുവേദനയും ഇടുപ്പ് വേദനയും ഒക്കെ വരും. അതുകൊണ്ട് ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ക്ലീൻ ആക്കുന്നത് കേട്ടോ.
ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ടിഷ്യൂ ആണ്, റീയൂസബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. വാങ്ങി അപ്പോൾ ഷെൽഫിലത്തെ ഫുൾ സാധനം വലിച്ചിട്ടായി. ചെറിയൊരു ഷെൽഫാണ്, പക്ഷെ അതിന് സാധനങ്ങൾ വലിച്ചിട്ടപ്പോൾ ഒരുപാട് സാധനങ്ങൾ പോലെ ഉണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഷെൽഫ് തുടച്ചതിന് ശേഷം എല്ലാം കൂടിയിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ ഓരോന്ന് എടുത്തിട്ട് പഴയ പോലെ തന്നെ ആക്കി വെക്കും. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര നേരത്തിനാണ് എന്നുള്ളത് ഒരു ഉറപ്പില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഇട്ടിട്ടുള്ളത് ക്യൂടെക്സ് അല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹെന്നയാണ്. സത്യം പറഞ്ഞാൽ ഇട്ട് കുടുങ്ങിയെന്നായി. മിക്ക കമൻസും എന്തിനാ ക്യൂടെക്സ് ഇട്ടിട്ടുള്ളത്, നമസ്കാരം കൂടൂലാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ക്യൂടെക്സ് ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല, ഇനി ഇടുകയില്ല. അപ്പോൾ അത് ഹെന്നയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ കാണിച്ചത് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വീട് ഇരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു മെഴുകുതിരിയും കാൻഡിലും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വീട് ഫുള്ളായിട്ട് വരിക കേട്ടോ ഇത് കത്തിച്ച് വെക്കുമ്പോൾ. നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ്, അതായത് ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗം എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഗ്ലാസ്സിനകത്തൊക്കെ ഉറുമ്പൊക്കെ കയറിയതുകൊണ്ട് നമ്മൾ ആ ഗ്ലാസ് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡേറ്റ്സ് എടുക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒക്കെ ഉള്ള എല്ലാ നട്ട്സും എടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അത്തിപ്പഴം ഉണ്ടായിരുന്നു, ഫിഗ്. അതും കൂടെ നമ്മൾ ഉണങ്ങിയതാണ്, അതും കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മുൻപ് ഇതിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ, അത്തിപ്പഴത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പഴം കിട്ടുമായിരുന്നു. അതുപോലെ കഴിഞ്ഞ മഴയ്ക്ക് പുറത്ത് കമ്പിളിപ്പുഴൊക്കെ വന്നിട്ട് അതിൻ്റെ ചെടി മൊത്തത്തിൽ നശിപ്പിച്ച് കഴിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അത് പോയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചക്ക് കഴിക്കാൻ. നമ്മൾ നോർമലി നമ്മുടെ ഇവിടെ അധികമൊന്നും കിട്ടാറില്ല. പക്ഷേ നഴ്സറികളിലൊക്കെ ഇപ്പോൾ ആ ചെടി അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വല്ല നഴ്സറിയിൽ തൃശ്ശൂർ പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് മെഴുതിരി, അതായത് ക്യാൻഡിൽ കുറച്ച് നേരം കിച്ചണിൽ വെക്കാം, നല്ലൊരു മണം കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കിച്ചണിൽ ഇങ്ങനെ കുറച്ച് ചെടികളും കൂടെ വെച്ചിട്ടുണ്ട്. കുറേശ്ശൊക്കെ നശിച്ചു പോയി, ബാക്കിയുള്ള ബാലൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ എടുത്തിരിക്കുന്ന എല്ലാ നട്ട്സും ഈത്തപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് നിങ്ങളുടെയിലുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പഴം മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ പഴം കൂടിയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ കാഷ്യൂനട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഡെയിലി ഇത്രണ്ണത്തിൻ്റെ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ബദാമല്ല, കാഷ്യൂനട്ട് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നുള്ളു നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും ബദാമും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പാലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ തണുത്തിട്ട് വലിയൊരു ടേസ്റ്റ് തോന്നണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് 3 പഴം, ചെറിയ ഈ പഴത്തിന് ചെറുപഴമല്ല, വേറൊരു പഴമില്ല, ആ പഴമാണ് കേട്ടോ. ഇവിടെ ഞാനിപ്പൂവെന്നോ അങ്ങനെ എന്തോ ആണ്. ഒന്ന് തിന്നിട്ട് വാ. ഓക്കെ, അഴിച്ചു നിൽക്കും വേണടി.
പിന്നെ നമ്മൾ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ഗീൻ്റെ റെസിപ്പി ഇടുമെന്ന്. ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇടുകയാണെങ്കിൽ ഇതുപോലെ പാൽപ്പാട കിട്ടില്ലേ, നമ്മളിങ്ങനെ പാൽ കാച്ചി കഴിഞ്ഞാൽ ഇതുപോലെ മേലെ ഇങ്ങനെ പാൽപ്പാട വരും. ഈ പാൽപ്പാടയൊക്കെ മൊത്തം എടുത്ത് വെക്കുക ഒരു ബോട്ടിലാക്കിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പാൽപ്പാട അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ പാലിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഡേറ്റ്സും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനവും ഇട്ട് കൊടുക്കുക. കസ്കസും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ മധുരം അതിനനുസരിച്ച് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. ഡേറ്റ്സ് ഇനി പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇടുകയാണെങ്കിലും മധുരത്തിന് പകരം അത് തന്നെ ധാരാളം ആവും കേട്ടോ. ഒന്ന് തിക്കായിട്ട് കിട്ടിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് വെള്ളം നമ്മൾ കസ്കസിലുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. ഈ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിലും കഴിക്കാം, തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് മാത്രം കഴിച്ചാൽ മതിയാവും. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. പിന്നെ പാലും എല്ലാം കൂടെ ചേർന്നല്ലേ, പാൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ആക്കി കഴിച്ചാൽ മതിയാവും. പിന്നെ ഗർഭിണികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്, പ്രസവിച്ച് കഴിഞ്ഞവർക്കും നല്ലതാണ്. സപ്പോസ് കുട്ടീനെ നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, അതായത് അബോർഷനാവുക ചെയ്തവർക്കും തൽക്കാലം നല്ലതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇടാണ് നോക്കട്ടെ സുന്ദരി കുട്ടീനെ. ഇങ്ങോട്ട് തിരി നോക്കട്ടെ. ഇങ്ങോട്ട് തിരി. ആ ഡ്രസ്സ് ഒളിക്കൂടൂല. ആ നോക്കട്ടെ. അവിടെ നിൽക്ക് നോക്കട്ടെ. ടാറ്റ പോകുമ്പോ ദിയ കുട്ടീനെ കാണാൻ പോകുമ്പോടാ, ദിയ കുട്ടീൻ്റെ വീട്ടിൽ പോകുമ്പോ നല്ല ചന്തണ്ടാവും. ഓക്കെ, ദിയ കുട്ടീനെ കാണാൻ പോകുമ്പോടാ അത് ഊര് പ്ലീസ്. ഹെയ്സോ നോക്കട്ടെ, ഹെയ്സോ നോക്കട്ടെ. ചിരിക്കി, നീ ചിരിക്കി, ചുച്ചു ചിരിക്കി. കാണില്ല നോക്കട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ കുളിപ്പിച്ചു, ഞാനും കുളിച്ച് റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ജ്വല്ലറിക്ക് പോവാണ്. നാളെ നമ്മുടെ മൂത്ത ബ്രദറിൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ 40 ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ ആൺകുട്ടിക്ക് നമ്മൾ സ്വർണം ഇടില്ല, അപ്പോൾ അതിന് പകരം നമുക്ക് ദിയക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത പോലെയായി. അപ്പോൾ ദിയക്കുട്ടി കുറേ ദിവസമായി എന്നോട് ചോദിക്കുന്നു, അപ്പോൾ ബിബി എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താ, ഗിഫ്റ്റ് താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഏച്ചു എല്ലാവർക്കും ഹായ് പറയും. ഹായ്. ഏച്ചുനൊക്കെ കുളിപ്പിച്ച് കാണൂലല്ലോ അതിൻ്റെ ഉള്ളിൽ. ശരി മതി. അപ്പം ഇനിയിപ്പോൾ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് കേട്ടോ. അമ്മി നോക്കട്ടെ എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവാണ്, എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാലും എന്നെ തള്ളിവിടുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ എൻ്റെ ചാനലിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ. ഓക്കെ കുട്ടീൻ്റെ ഓക്കെ പറഞ്ഞു. ഓക്കെ ബൈ. ഫ്ലൈങ് കിസ് കൊടുക്കുക.